സംസ്ഥാനത്ത് ഇന്നു മുതൽ മെച്ചപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യത. കൂടുതൽ ജില്ലകളിൽ ഇന്നു മുതൽ മഴ കിട്ടിയേക്കും. കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ മെച്ചപ്പെട്ട വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂടുതൽ ജില്ലകളിൽ ഇന്നു മുതൽ മഴ കിട്ടിയേക്കും. കാറ്റോടും ഇടിമിന്നലിനോടും കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. കനത്ത ചൂടിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാരും. ഏപ്രിൽ 27 വൈകിട്ടോടെയാണ് ഒറ്റപ്പെട്ട പൊടിക്കാറ്റുകളും നേരിയ മഴയും ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രാരംഭഘട്ടം കൂടുതൽ ശക്തമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയം ഏപ്രിൽ 28-നും 30-നും ഇടയിൽ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാന്റെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി വടക്കൻ സംസ്ഥാനങ്ങളിലും വ്യാപകമായ പൊടിക്കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ താപനിലയെ അത്യന്തം ഉയർന്ന നിലയിലേക്ക് തള്ളിവിടുകയായിരുന്നു ഈ ഉഷ്ണതരംഗം. എന്നാൽ ശക്തമായ കാറ്റ്, മേഘാവൃതം, മഴ എന്നിവയുടെ സംയോജനം പ്രാദേശിക കാലാവസ്ഥാ രീതികളെ തന്നെ സാരമായി മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 29 മുതൽ താപനില 42 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകുമെന്ന പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നു. വേനൽക്കാല ചൂടിന് ഉടനടി ആശ്വാസമുണ്ടാകില്ലെങ്കിലും നേരിയൊരു കുറവ് പോലും നിലവിലെ ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ നിന്ന് ഗണ്യമായ ആശ്വാസം നൽകിയേക്കും. ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഇടിമിന്നലിന്റെ തീവ്രതയെയും ആവൃത്തിയെയും ആശ്രയിച്ചിരിക്കും തണുപ്പിക്കുന്ന പ്രഭാവം. വടക്കേ ഇന്ത്യയിൽ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന പൊടിക്കാറ്റുകളുടെ ആവൃത്തിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണയായി ശക്തമായ കാറ്റാണ് ഈ കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത്. ഇത് അയഞ്ഞ മണ്ണിനെ ഉയർത്തുകയും ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. തുടർന്ന് പലപ്പോഴും പെട്ടെന്നുള്ള മഴയും താപനിലയിലെ കുറവുണ്ടാകും. മഴ ചൂട് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യുമെങ്കിലും അതോടൊപ്പം കൊടുങ്കാറ്റുകൾ ദൃശ്യപരത കുറയ്ക്കുകയും ഗതാഗതം വൈകുകയും ശക്തമായ കാറ്റ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക തടസ്സങ്ങൾക്ക് ഇത് കാരണമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.